ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അബ്രഹാം പറഞ്ഞു ഞാൻ യാത്രയിലാ. ആൾക്കാർ ചോദിക്കും എങ്ങോട്ടാ? അറിയത്തില്ല. പിന്നെ കർത്താവ് പറഞ്ഞു നീ പോകാൻ. ഞാൻ പോവുക. എടാ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. അതറിയത്തില്ല. കർത്താവ് പറഞ്ഞു പോകാൻ. നീ ഇവിടുന്ന് ജംഗ്ഷനിൽ ചെന്നിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? അറിയത്തില്ല. പിന്നെ കർത്താവ് അന്നേരം പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നേരെ പോയിട്ട് നീ നേരെയാണോ പോകുന്നത് അതോ വളഞ്ഞാണോ പോകുന്നത്? അറിയത്തില്ല. കർത്താവ് വരും. നീ തന്നെയാണോ പോകുന്നത്? ഇല്ല, സാറായും വരുന്നുണ്ട്. ചേടാ ഈ പ്രായത്തിൽ നിന്റെ ഭാര്യയെ കൂടെ നീ വലയ്ക്കാൻ നോക്കുകയാണോ? നീയോ പോയി എന്നായിരിക്കും ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞത്. പക്ഷേ അബ്രഹാമിന് ഒരു ബോധ്യമുണ്ട്, എന്നെ വിളിച്ചവൻ എൻ്റെ കൂടെ വരും. അവൻ വഴി പറഞ്ഞു തരും, പാതകളെ എനിക്ക് ഉപദേശിച്ച് തരും, എൻ്റെ കൂടെ നടക്കും. ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, അവൻ്റെ വഴികളെ നടക്കുവാൻ, അത് പാതകളെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ നീ എൻ്റെ കൂടെ നടക്കണമേ, നിന്റെ പാതകളെ നീ എനിക്ക് ഉപദേശിച്ച് തരണമേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി. അതാ പറയുന്നത്, നിന്റെ സത്യത്തിൽ. ഏതെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നിട്ട് കർത്താവ് പറയുന്നത് അങ്ങനെയല്ല, നിന്റെ സത്യത്തിൽ. എനിക്കിഷ്ടമുള്ളതിലേ ഞാൻ പോകും, നീ എൻ്റെ കൂടെ പോരണമെന്നല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് അങ്ങനെയൊക്കെയാണ്. യാക്കോബിൻ്റെ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെയൊക്കെ പ്രാർത്ഥന യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെയാണ്. യാക്കോബ് എന്താ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോട് കൂടെ ഇരിക്കുകയും എനിക്ക് കഴിക്കാൻ ഭക്ഷിക്കുവാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോടുകൂടെ പോരുകയും. നമ്മളങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ പോകുന്ന ഈ വഴി. അപ്പൊ എനിക്ക് എൻ്റെ വഴി ഉണ്ട്. കർത്താവ് പറയുക നീയൂടെ എൻ്റെ വഴിയെ വരാൻ. പ്രിയമുള്ളവരെ, അതല്ല ദൈവം പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വഴിയെ പോകുന്നതാണ്. ആ ദൈവത്തിൻ്റെ വഴി അറിഞ്ഞ് ആ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നതാണ്. അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ വഴിയെ ദൈവത്തെ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നതല്ല, ഉപവസിച്ച് കർത്താവിനെ എൻ്റെ പാതയിലൂടെ നടത്തുന്നതല്ല. അങ്ങനെയൊന്നും നടക്കത്തില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ പാതയിലൂടെ ദൈവത്തെ വരുത്തുന്നതാണ്. ഇന്നത്തെ ഈ പ്രോസ്പെരിറ്റി പ്രവാചകന്മാരുടെ എല്ലാം പ്രത്യേകത എന്നാണെന്നറിയാമോ? നിന്റെ വഴിയെ ദൈവം വരുമെന്ന് പറയുന്നതാണ്. പക്ഷെ പ്രവാചകന്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ പ്രവാചകൻ എന്താ ചെയ്യുന്നത്? യഥാർത്ഥ പ്രവാചകൻ ദൈവത്തിൻ്റെ വഴിയെ മനുഷ്യനെ നടത്തുന്നതാണ്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് അതാണ്, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി. എൻ്റെ സത്യത്തിലല്ല, എനിക്ക് തോന്നുന്ന രീതിയിലല്ല, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിങ്കൽ പ്രത്യാശിക്കുന്നു. ദിവസം മുഴുവൻ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഓടിച്ചെന്നൊന്ന് പ്രാർത്ഥിച്ചേച്ച് തിരിച്ചു പോരാനല്ല, ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ ആലോചന കേട്ട് നടക്കുന്നവൻ. അതാണ് കർത്താവിൻ്റെ വഴി അറിയുക എന്ന് പറഞ്ഞാൽ. ഓരോ നിമിഷങ്ങളിലും കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നവൻ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. 24/7, 24 മണിക്കൂർ അവൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു അവസ്ഥ. ദിവസം മുഴുവൻ. അങ്ങനെയാണ് അവൻ്റെ വഴി നമ്മൾ അറിയുന്നത്. അവൻ്റെ വഴിയുടെ മാപ്പ് വാങ്ങിച്ചുകൊണ്ട് നമുക്കിഷ്ടമുള്ളതുപോലെ പോകാൻ പറ്റില്ല. മാപ്പുണ്ട്, അത് ഇതാ ദൈവത്തിൻ്റെ മാപ്പ് ഇതാ. പക്ഷേ ഞാൻ ഓരോ ദിവസവും അവൻ്റെ ഇഷ്ടമിന്നതെന്ന് ഗ്രഹിക്കണമെങ്കിൽ, അവൻ്റെ വഴിയെ ഞാൻ നടക്കണമെങ്കിൽ, ഞാൻ അവൻ എന്നെ തന്നെ ഫലമേൽപ്പിച്ച് ദിവസം മുഴുവൻ അവൻ്റെ വഴിയെ ഞാൻ നടക്കണം. അത് എൻ്റെ ഇഷ്ടത്തിന് നടന്നാൽ പോരാ. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ
അവിടെ നമ്മൾ ഉള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ്റെ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. നോക്ക്, സൗമ്യതയുള്ളവർക്ക്. എന്താ ഈ സൗമ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി നടക്കുന്നവരൊക്കെ നമ്മുടെ നോട്ടത്തിൽ അവന് സൗമ്യനായ മനുഷ്യനാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരമൊന്നും അധികമൊന്നുമില്ല, സൗമ്യനായ മനുഷ്യനാണ്. അതല്ല സൗമ്യത. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്തവർക്ക് എന്ന അർത്ഥത്തിലാണ്. ഹിഡൻ അജണ്ട ഒന്നുമില്ലാത്ത ആൾക്ക്. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഹിഡൻ അജണ്ടകളുമായിട്ടാണ്. അതിൻ്റെ അപ്രൂവൽ വാങ്ങിക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, പലരും അപ്രൂവൽ വാങ്ങിക്കാനാണ് ദൈവസന്നിധി ചെല്ലുന്നത്, എൻ്റെ ഇഷ്ടത്തിൻ്റെ അപ്രൂവൽ വാങ്ങിക്കാൻ. എന്നാൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും എഴുതിക്കൊണ്ട്, സാധാരണ ഞാൻ റോമാലേഖനത്തെക്കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്തോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മളൊരു ക്ലീൻ സ്ലേറ്റ് ആയിരിക്കണം. ഇതിലെ കുത്തി വരച്ച ഒരു സ്ലേറ്റും കൊണ്ട് ദൈവത്തിനടുത്ത് ചെന്നിട്ട് നിന്റെ വഴി ഇങ്ങോട്ടൊന്ന് എഴുതി തന്നേരെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അതിനകത്ത് നിന്റെ വഴി വരച്ച് വെച്ചേച്ച് ഇതിൻ്റെ അടിയിൽ ഒന്ന് സൈൻ ചെയ്തേക്കാൻ പറഞ്ഞാലും പറ്റത്തില്ല. ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട്, അതാണ് സൗമ്യതയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, സ്വകാര്യമായ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാതെ, യാതൊരു മോഹങ്ങളുമില്ലാതെ നമ്മൾ പോകുമ്പോൾ ദൈവം തൻ്റെ ആലോചന നമുക്ക് പറഞ്ഞു തരും. കൗൺസിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൗൺസിൽ നമുക്ക് അവൻ പറഞ്ഞു തരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ്റെ ആലോചന നമുക്ക് പറഞ്ഞു തരും, അവൻ്റെ വഴി നമുക്ക് പറഞ്ഞു തരും. ദ കൗൺസിൽ ഓഫ് ഗാഡ്. അതറിഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, അതറിഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരെ ദൈവപാതയിൽ നടത്താനും പറ്റുകയുള്ളൂ. പുറപ്പാട് പുസ്തകത്തിൽ മോശയും പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, മോശ പറയുകയാണ്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. നിന്റെ വഴി എന്നെ അറിയിക്കണമേ, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് എന്ന് നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ അവര് മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെങ്കടലൊക്കെ കടന്ന് മരുഭൂമിയിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവരെ നയിക്കുന്നത് മോശയാണ്. മോശയ്ക്ക് ദൈവമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ ഇസ്രായേൽ മക്കൾ, നമ്മൾ കേട്ടല്ലോ, വായിച്ചല്ലോ, അവൻ്റെ പ്രവൃത്തി മാത്രം കണ്ടു, വേഗത്തിൽ അവൻ്റെ പ്രവൃത്തി മറന്നു കളഞ്ഞു. അതാണ് പ്രവൃത്തിയുടെ പ്രശ്നം. പിന്നെ പാവം മോശ ഉണ്ടായിരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ പർവ്വതത്തിൽ കയറിപ്പോയി ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ മോശ ഒന്ന് ഇറങ്ങി വരാൻ ഇച്ചിരി താമസിച്ചപ്പോഴത്തേക്ക് ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടെ കാള ദൈവത്തെ ഉണ്ടാക്കി വിഗ്രഹത്തെ നമസ്കരിച്ചു. മോശ ഇറങ്ങി വന്നു, ചരിത്രമൊക്കെ നമുക്കറിയാം. ഇറങ്ങി വന്നു കഴിഞ്ഞ് ദൈവം അവരെ നശിപ്പിക്കുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായപ്പോൾ മോശ ആദ്യം ജനത്തോട് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ സംസാരിച്ചെങ്കിലും മോശയ്ക്ക് തൻ്റെ ജനത്തോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, മോശ ഒരു കൂടാരമെടുത്ത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിൽ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേർ ഇട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. ആ സമാഗമന കൂടാരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. സമാഗമന കൂടാരം എന്ന് പറയുന്നത് സമമായി ആഗമിച്ചെത്തുന്ന കൂടാരം എന്ന ഒരർത്ഥത്തിലാണ്. മലയാളത്തിൽ അത് വളരെ ടെന്റ് ഓഫ് മീറ്റിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ. സമമായി ആഗമിച്ചെത്തുന്ന കൂടാരം, അതായത് മോശ പാളയം വിട്ട് പാളയത്തിന് പുറത്തേക്ക് സമാഗമന കൂടാരത്തിലേക്ക് നടക്കുമ്പോൾ ദൈവം തൻ്റെ കൂടാരം വിട്ട് ഈ സമാഗമന കൂടാരത്തിലേക്ക് നടക്കും. അവർ രണ്ടുപേരും സമമായി ആഗമിച്ച് സമാഗമന കൂടാരത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു, ടെന്റ് ഓഫ് മീറ്റിംഗ്.
ആ ടെന്റ് ഓഫ് മീറ്റിങ്ങിൽ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? 13-ാം വാക്യത്തിൽ, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. മോശ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മോശ കയറിച്ചെന്ന്, അതിപ്പോഴല്ല, സമാഗമന കൂടാരത്തിന് മുമ്പും ശരിക്കും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ മോശ എന്ത് ചെയ്യുന്നു? സമാഗമന കൂടാരം പിന്നെ ഉണ്ടാക്കിയത്. അതിനു മുമ്പ് പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നതായ കാര്യമാണ് നമ്മൾ കാണുന്നത്. 19-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 19-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത് നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ, അവിടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നവനായ മോശ. നമുക്കും ഇന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലണം. പർവ്വതത്തിൻ്റെ മണ്ടയ്ക്കോട്ടൊന്നും പോകണ്ട. അത് പഴയ നിയമത്തിൽ അങ്ങനെ ആവശ്യമായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ശബ്ദം കേൾക്കാൻ നോക്കി നിൽക്കുന്നവനായ ഒരു ദൈവം നിന്റെ അടുത്ത് തന്നെയുണ്ട്. എന്നാൽ മോശ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നു. നമ്മളും ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലണം. കയറി ചെന്നാൽ ദൈവം മോശയോട് സംസാരിച്ചതുപോലെ നമ്മളോടും സംസാരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ മക്കളോട് സംസാരിച്ചില്ല. ഇസ്രായേൽ മക്കളോട് സംസാരിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ, മോശ സംസാരിച്ചാൽ മതി, ഞങ്ങൾ നശിച്ചു പോകും. ദൈവത്തിൻ്റെ ഇടിമുഴക്കം കേട്ടപ്പോൾ അവർ പേടിച്ചു പോയി. അങ്ങനെയൊരു ദൈവമല്ല. മോശയുടെ അടുത്ത് എത്ര സൗമ്യമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം മോശ കേൾക്കുന്നു. കാരണം മോശയ്ക്ക് ദൈവവുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇസ്രായേൽ മക്കൾക്ക് ആ ബന്ധം ഇല്ല. ശരിക്കും ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ ആദ്യം ആവശ്യമുള്ളത് റിലേഷൻഷിപ്പാണ്. ദൈവമായിട്ടുള്ള നല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ സംസാരം കേൾക്കാൻ ബന്ധമില്ലാഞ്ഞത് കൊണ്ടാണ് 32-ാം അധ്യായത്തിൽ അവർ പറഞ്ഞത്, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം. ഈ മോശ അങ്ങോട്ട് കയറിപ്പോയി. ഇനി മോശ വലിയ കൽപ്പലകയും കൊണ്ടൊക്കെ വരുമെന്ന് അവർക്കറിയത്തില്ല. കൽപ്പലയും കൊണ്ടൊക്കെ വരും, വലിയ കൽപ്പന അങ്ങനെയൊന്നും വേണ്ട. ഞങ്ങളുടെ മുമ്പിൽ ചാടാനും ഓടാനും തുള്ളാനും ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ തുള്ളുമ്പോൾ അവനും തുള്ളണം. ഇതൊക്കെയാണ് ഇന്നത്തേക്ക്. നമ്മൾ തുള്ളുമ്പം നമുക്കൊപ്പം തുള്ളുന്ന ഒരു ദൈവത്തെ ഒത്തിരി പേർക്ക് വേണം. അതല്ല, നിന്നോട് കൽപ്പിക്കുന്ന ഒരു ദൈവം, വഴി പറഞ്ഞു തരുന്നവനായ ദൈവം. ഇസ്രായേൽ മക്കൾ പ്രവൃത്തി കണ്ടവരാണ്, എന്നാൽ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവരല്ല, വഴി അറിഞ്ഞവരല്ല. യഹോവയെ അന്വേഷിക്കുന്ന മോശയാണ് 33-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സമാഗമന കൂടാരത്തിൽ യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം ആ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു ചെല്ലും. അവിടെ ദൈവ സംസർഗം അനുഭവിക്കുകയാണ്. പക്ഷേ ഈ സമാഗമന കൂടാരം എവിടെ അടിച്ചിരിക്കുന്നു ചോദിച്ചപ്പോൾ ഞാൻ വായിച്ചപ്പോഴത്തേക്ക് അത് പാളയത്തിന് പുറത്താണ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. കാര്യം പാളയം അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് ദൈവം ഇറങ്ങി വരത്തില്ല, പാളയത്തിന് പുറത്ത്. ഇതുപോലെ അശുദ്ധിയിൽ ജീവിക്കുന്നവൻ്റെ അടുത്തേക്ക് ദൈവം ഇറങ്ങി വന്ന് ശബ്ദം കേൾപ്പിക്കുകയില്ല. യഹോവയെ അന്വേഷിക്കുന്നവൻ ഈ അശുദ്ധിയെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. ഒരു സെപ്പറേഷൻ ആവശ്യമുണ്ട്. മോശയോട് ദൈവം സംസാരിച്ചു മലയുടെ മുകളിൽ വെച്ച്. അതിനുശേഷം യഹോവയെ അന്വേഷിക്കുന്ന ആരോടും ദൈവം സംസാരിക്കാൻ തയ്യാറായി. പക്ഷേ അത് പാളയത്തിന് പുറത്താണ്. ആ പാളയത്തിന് പുറത്ത് കടന്നു ചെന്നാൽ പിന്നെ അവിടെ ദൈവവും നമ്മളും മാത്രമേ ഉള്ളൂ. ലൗകിക മോഹങ്ങളോ താല്പര്യങ്ങളോ ഒന്നും അവിടെ ബാക്കിയില്ല. ആളുകളുമില്ല, ഒന്നുമില്ല. ഒരു സോളിറ്റ്യൂഡ്, ഒരു ഏകാന്തത, ഞാനും ദൈവവും മാത്രമുള്ള ഒരവസ്ഥ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനും ദൈവവും തന്നെയുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് അവൻ വഴി പറഞ്ഞു തരുന്നത്. കർത്താവിൻ്റെ വഴി ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ സംസാരം കേൾക്കണം. ഈ സമാഗമന കൂടാരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ 33-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അവിടെ മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. നമ്മൾ കർത്താവിനെ തിരക്കി ചെന്നാൽ
പാളയം വിട്ടിട്ട് സമാഗമന കൂടാരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നാൽ അവിടെ മേഘസ്തംഭം ഇറങ്ങും. മേഘസ്തംഭം ഇറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ ഫിസിക്കലി അല്ല, ദൈവത്തിൻ്റെ മേഘം, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ മോശയോട് സംസാരിച്ചു. എങ്ങനെയാ സംസാരിക്കുന്നത്? 11-ാമത്തെ വാക്യത്തിൽ, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. സ്നേഹിതനോട് സംസാരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? സ്നേഹിതൻ പറയുന്നതെല്ലാം കേൾക്കുക മാത്രമല്ല, നമുക്ക് സംശയമൊക്കെ ഉണ്ട്, അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം, അതാ ശരിക്കും സമാഗമന കൂടാരത്തിൽ നടക്കുന്നത്. സമാഗമന കൂടാരത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, അതിൻ്റെ മറുപടി ദൈവം നമ്മളോട് പറയുന്നു. നമ്മളും ദൈവവും തമ്മിലുള്ള മ്യൂച്വലായിട്ടുള്ള ഒരു സംസാരം, ആ സംസാരമാണ് നമുക്ക് ആവശ്യം. അങ്ങനൊരു സംസാരം നമുക്ക് വേണം. അപ്പോഴാണ് കർത്താവിൻ്റെ വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. സന്നിധാനം എന്തോരു സമാധാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം. യേശു സന്നിധാനം എന്തൊരു സമാധാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം, ആഴലും മനസ്സിന് അരുളും സുഖദാനം. വേദനയേറുന്ന നേരവും സോദരർ മാറുമ്പോഴും, വേദനയേറുന്ന നേരവും സോദരർ മാറുമ്പോഴും, മാറാത്ത സ്നേഹിതന യേശുവിൻ മാറിൽ ഞാൻ